ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഗൗൺ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ക്ലോത്തും പ്ലെയിൻ ക്ലോത്തും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഡ്രസ്സിൻ്റെ മോഡൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അംബ്രല കട്ടൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ പറയുന്നുണ്ട്, പേപ്പർ കട്ടിങ്ങിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ബിഗിനേഴ്സിനും സ്റ്റിച്ചിങ് അറിയാവുന്ന എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ സ്റ്റിച്ചിങ് അറിയുന്നവരും അറിയാത്തവരൊക്കെ ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയും. അത് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ അതിൽ ജോയിൻ ചെയ്യാം. ബേസിക് മുതൽ ഒരാളുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നത് മുതൽ സ്റ്റിച്ചിങ് പഠിക്കാം. അപ്പോൾ അടുത്ത മാസം 7 നവംബർ 7 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം. ക്ലാസ് തുടക്കം മുതൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഈ ഒരു മെറ്റീരിയലിൻ്റെ പല പല കളേഴ്സും ഞാൻ ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്. മെറൂണിൽ ബോർഡർ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ സെലക്ട് ചെയ്തതിൻ്റെ ഒരു ഗ്രീന്, നേവി ബ്ലൂ ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളർ സെലക്ട് ചെയ്യുക. സ്വന്തമായിട്ട് ഡ്രസ്സ് ഇട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള ആ സാറ്റിസ്ഫാക്ഷൻ അത് അനുഭവിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതേ മെറ്റീരിയൽ, ഈ പ്രിൻറ്റഡ് മെറ്റീരിയൽ BSY എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നുണ്ട്. വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല, അതായത് നിഴലടിച്ച് കാണൂല. തടിയുള്ള ആളുകൾക്കൊക്കെ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മെലിഞ്ഞതായിട്ട് തോന്നും. ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നൊരു ക്ലോത്താണ് ഇത്. ഷിനോണാണ് പ്ലെയിൻ ക്ലോത്ത്. അപ്പോൾ ഇത് 65 വീതി എന്നാണ് പറയുമെങ്കിലും ഒരു 56 ഇഞ്ച് 55 ഇഞ്ചൊക്കെയാണ് വീതി വരുന്നത്. അപ്പോൾ ഞാനിത് 5 മീറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. വീതി കൂടുതലുള്ള തുണി ആയതുകൊണ്ട്. അപ്പം നമുക്ക് വീതി കൂടുതലുള്ള തുണിയാകുമ്പോൾ അംബ്രല കട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ തുണി എടുത്താലാണ് നമുക്ക് ജോയിൻ്റ് അധികം വരാതെ ചെയ്യാൻ പറ്റുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. മെറ്റീരിയലിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. ഓരോരുത്തർ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു മെറ്റീരിയൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുന്ന സമയത്ത് അതേതാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പം ഞാനിത് ആദ്യം ഷോർട്ടിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ, 2.5 തന്നെ ഇല്ല, കുറച്ച് 10 ഇഞ്ച് കുറച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം ബോഡി പാർട്ട് കട്ട് ചെയ്ത്, എനിക്ക് ബോഡി പാർട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 15 ഇഞ്ച് ഇറക്കവും 12 ഇഞ്ച് വീതിയായിട്ടുള്ള 4 ഫോൾഡിലുള്ള ക്ലോത്താണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതിൽ മെഷർമെൻറ്റുകളൊക്കെ ഞാൻ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക്, ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, ആം ഹോള്, ലെങ്ത്ത് കാര്യങ്ങൾ, ഷോൾഡറിന് സ്ലോപ്പ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ല, ഇത് ഫ്രണ്ട് ആം ഹോള് കൊഴിച്ച് വെട്ടിയിട്ടുണ്ട്. സൈഡിൽ ഇതേപോലെ ഗൗൺ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സൈഡ് 1 ഇഞ്ച് അല്ല 1.5 ഇഞ്ചോളം കയറ്റി കട്ട് ചെയ്യണം. എന്തിനാ കട്ട് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ആ കട്ട് ചെയ്യുന്നത് നമുക്ക് സൈഡിൽ ഡ്രസ്സ് തൂങ്ങിപ്പോകാതിരിക്കാൻ, 2 സൈഡിലേക്ക് തൂങ്ങും. നമ്മൾ കൈക്കുഴി താഴോട്ടേക്ക് വരുമ്പം അവിടേക്കൊരു വലിച്ചിൽ എന്തായാലും വരും. അപ്പോൾ ബോഡി പാർട്ടിന് കട്ട് ചെയ്തു. ഇത് സ്കേർട്ട് പാർട്ട്, അതായത് ബോഡി പാർട്ടിന് ശേഷം അംബ്രല പാർട്ട്. തുണിന് 2 ആക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത്. ഈ 3 സൈഡ് ഓപ്പണും അപ്പുറത്ത് കാണുന്നത് ക്ലോസ്ഡ് സൈഡുമാണ്. എന്നിട്ട് അതിനൊന്ന് കോണാക്കി മടക്കുക. ഞാൻ പേപ്പറിൽ കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ആ കോണാക്കി മടക്കിയിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഭാഗം കിട്ടുന്നത് അതിൽ നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുക. മേലെ താഴോട്ടേക്ക് അടയാളപ്പെടുത്തി. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തില്ലേ, ആ ബോഡി പാർട്ടിൻ്റെ പീസ് താഴെ ഭാഗത ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് വെച്ച് നോക്കാം. ഈ അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ബിഗിനേഴ്സിനൊക്കെ അങ്ങനെ വേണേൽ ചെയ്യാം കേട്ടോ. പക്ഷെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇങ്ങനെ എവിടെയാണോ നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ താഴ്വശത്തെ വീതി കറക്റ്റ് കിട്ടുന്നത് അത് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് കോണിൽ നിന്നും താഴോട്ടേക്ക് എല്ലാ പോയിന്റുകളും അടയാളപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മളത് കട്ട് ചെയ്യാവൂ. സ്ട്രെയിറ്റ് അങ്ങോട്ട് കട്ട് ചെയ്യരുത്, വൃത്തിയിൽ കിട്ടൂല. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് നമുക്ക് വേണ്ട ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുക. അതിനെക്കുറിച്ച് ഞാൻ ആ പേപ്പർ കട്ടിങ്ങിൽ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പിന്നെ സെയിം ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പം ടൈപ്പ് ചെയ്ത് അറിയിക്കൽ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് പറയുകയാണേ.
ഇനി താഴെയുള്ള വേസ്റ്റില്ലേ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുന്ന ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് സ്ലീവിന് കിട്ടും കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ സ്ലീവിന് എടുത്തിട്ടുള്ളത്. 60 ഇഞ്ച് വീതിയിൽ ക്ലോത്ത് ആയത് 60 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഈ ക്ലോത്ത് ആയതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. 44 ഇഞ്ചിൽ അങ്ങനെ സ്ലീവിന് കിട്ടിക്കൊള്ളണം എന്നില്ല. ഇപ്പുറത്തേക്ക് ജോയിൻ ചെയ്യാനുള്ളതേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഏറ്റവും താഴേക്ക് ബോർഡർ കണ്ടില്ല, ആ ബോർഡറിന് വേണ്ടിയിട്ട് ഉള്ള പീസാണ്. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് കഴിച്ച് അതിന് ശേഷമുള്ള സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞിട്ട് വേണം ഈ ബോർഡറിനുള്ള ക്ലോത്ത് നമുക്ക് എടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 10 ഇഞ്ച് ബോർഡർ വേണമെന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ ഓക്കെ. ഇപ്പം ഞാൻ അത് പറഞ്ഞുതരാം. എനിക്ക് ടോട്ടൽ വേണ്ട ലെങ്ത്ത് 56 ഇഞ്ചാണ് ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞിട്ട് വേണ്ടത്. ഈ 56 ഇഞ്ചിൽ നിന്ന് ബോഡി പാർട്ടിന് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് 14 ഇഞ്ചാണ് ബോഡി പാർട്ടിന് വേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. ആ 14 ഇഞ്ചിൻ്റെ കൂടെ മേലെയും താഴെയും ജോയിൻ ചെയ്യാൻ 1 ഇഞ്ച് വേണമല്ലോ. ആ 1 ഇഞ്ചിന് ആ 1 ഇഞ്ചിന് കൂട്ടി 14ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി ഇപ്പോൾ 15. അപ്പോൾ ബോഡി പാർട്ടിന് 15 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, 14 + 1 15 ഇഞ്ച്. പിന്നെ അതിന് ശേഷം നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ ബോർഡറൊക്കെ വേണം തീരുമാനിക്കാം എത്ര ഇഞ്ച് വേണമെന്നുള്ളത്. അതിന് ബാക്കിയുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ബോഡി പാർട്ട് അംബ്രല്ലയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാതെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ സ്കേർട്ട് പാർട്ട് നമ്മൾ പറയാം. അപ്പോൾ ഈ ബോർഡർ നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്ടിൻ്റെ കൂടെ ബോർഡറിൻ്റെ ലെങ്ത്ത് കഴിച്ചിട്ട് എത്രയാണോ വരുന്നത് അത് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ബോർഡർ 8 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ മേലെ ജോയിൻ ചെയ്യാനും താഴെ മടക്കി അടിക്കാനും 2 ഇഞ്ച് എടുത്ത് അപ്പോൾ 10 ഇഞ്ചാണ് ക്ലോത്ത് കട്ട് ചെയ്യുമ്പം നീളം അതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. പിന്നെ ബാക്കി ഇപ്പോൾ നമ്മളിതാ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത്, ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ സ്കേർട്ട് പാർട്ടിന് തുണീനെ ഇങ്ങനെ രണ്ടാക്കി മടക്കി. അപ്പോൾ ഇതാ ഈ ഒരു ഫോൾഡിങ് സൈഡ്, എന്നിട്ട് ഇതിനെ കോണാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തിരിച്ചു വെക്കും. അപ്പോൾ 2 സൈഡും ഓപ്പൺ സൈഡ് വന്നില്ലേ, എന്നിട്ട് ഇങ്ങനെ കോണാക്കുക. അപ്പോൾ എന്താവും, ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് വേറെ വേറെ തന്നെ കിട്ടും. മനസ്സിലായില്ലേ? ഇവിടെയും ഓപ്പൺ ആണ്, മറ്റേ സൈഡും ഓപ്പൺ ആണ്. എന്നിട്ട് നമ്മൾ ഈ ബോഡി പാർട്ട് എവിടെയാണോ കിട്ടുന്നത് വീതിക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ സ്ഥലം ഒന്ന് ചോക്ക് കൊണ്ട് ക്ലോത്തിൽ ഉള്ളതായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ചോക്ക് കൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ആ വരയിലേക്ക് കൂടി ഒരിക്കലും ആരും കട്ട് ചെയ്യരുത്. ഈ കോണിൽ നിന്ന് ടാപ്പ് ഇവിടേക്ക് എൻഡിലേക്ക് പിടിക്കുക. അപ്പോൾ എത്രയാണോ കിട്ടുന്നത്, ഇപ്പോൾ 12 ഇഞ്ചാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ആ 12 ഇഞ്ചിനെ ആ കോണിൽ നിന്ന് എല്ലാ സൈഡിലേക്ക് പിടിക്കരുത്, ജസ്റ്റ് അങ്ങനെ കട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ പോയിന്റിലേക്കും ഇങ്ങനെ 12 ഇഞ്ചാണ് കിട്ടിയതെങ്കിൽ അത് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. അതായത് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ പാർട്ടിനുള്ള ലെങ്ത്ത്. അപ്പം 34 വേണ്ടത്. എൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനോട് 35 ഇഞ്ചിൽ ആ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഈ അടയാളപ്പെടുത്തുക. ഇവിടുന്ന് താഴോട്ടേക്കുള്ള അടയാളമാണ് പറയുന്നത് കേട്ടോ, ലെങ്ത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ അപ്പോൾ ഈ ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ പറഞ്ഞ സ്ലീവിന് നമുക്ക് കിട്ടും എന്നുള്ളത്. ഓക്കെ, 60 ഇഞ്ച് തന്നെ വീതിയുള്ള പിന്നെ ക്ലോത്തിൽ നിന്ന് നമുക്ക് അംബ്രല ഗൗൺ ചെയ്യാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 4 മീറ്റർ മാത്രം ക്ലോത്ത് എടുത്താൽ മതിയാവും. ഞാൻ അങ്ങനെ കുറേ ഗൗൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് തുണി വേസ്റ്റ് ആവാതെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം അതിനെ നിവർത്തിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഫ്രണ്ട് പീസിനുള്ളൊരു പാർട്ടും ബാക്ക് പീസിനുള്ള പാർട്ടും കണ്ടോ. ബോഡി പാർട്ടായിട്ട് താഴത്തെ പാർട്ട് അംബ്രല ആകുമ്പോൾ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ബോഡി പാർട്ടും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള സ്കേർട്ട് പാർട്ട് അത് അംബ്രലയിൽ ചെയ്യണേ ചെയ്യുക, അല്ലാതെ മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രില്ലിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. എന്നിട്ടും ബോർഡർ കൊടുക്കേ. ഇനി താഴേക്ക് ബോർഡറിനുള്ളത് നമ്മൾ സ്ട്രെയിറ്റ് പീസ് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ആരും വിചാരിക്കേണ്ട ക്രോസ് പീസ് ആണെന്ന്. സ്ട്രെയിറ്റ് പീസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ പ്രിൻറ്റഡ് ക്ലോത്ത് ആണ് ശരിക്കും. മേലത്തെ പ്ലെയിൻ ആണ്, താഴെ പ്രിൻറ്റ് കൊടുക്കാം. മേലെ പ്രിൻ്റ് ആണ്, താഴെ പ്ലെയിൻ കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യും. സെയിം പോലെയും ചെയ്യാം കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് സ്റ്റിച്ചിങ് സ്വന്തം പഠിച്ചെടുത്താനുള്ള ഗുണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണിനെ കുറച്ച് അധികം തുണി വേണ്ടി വരും. കാരണം താഴെ ഭാഗം ആ സ്കേർട്ട് പാർട്ടിൻ്റെ താഴെ ഭാഗം അംബ്രലയാണല്ലോ, അപ്പോൾ കുറച്ച് അധികം തുണി വേണ്ടി വരും. അപ്പം അതിനനുസരിച്ച് തുണി കട്ട് ചെയ്യാം. അതിപ്പോൾ പേപ്പറിൽ ഇങ്ങനെ കാണിക്കുകയാണ്. പേപ്പർ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ തുണി കട്ട് ചെയ്യണ കത്രിക എടുക്കരുത് കേട്ടോ. അതിന് വേറെ തന്നെ കത്രിക വേണേ. അത് ചെറിയ 20-30 രൂപേൻ്റെ ഒക്കെ കത്രിക ഉപയോഗിച്ചാലും മതി. പേപ്പർ കട്ടിങ്ങിന് ഒരിക്കലും തുണി കട്ട് ചെയ്യണ കത്രിക എടുക്കരുത്. എന്നിട്ട് ഈ പീസുകൾ ഇങ്ങനെ നീളത്തിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. നീളത്തിൽ ജോയിൻ ചെയ്ത് 2-3 പീസൊക്കെ ജോയിൻ ചെയ്ത് അപ്പോൾ ഈ അറ്റല്ലേ ഇതിൻ്റെ താഴെ ഭാഗത്ത് എത്ര ലെങ്ത്ത് വരുന്നോ ടാപ്പിൽ നോക്കുക. അതിനനുസരിച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഇനി നമുക്കത് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ബോഡി പാർട്ടിൻ്റെ നെക്കിന് വെക്കാനുള്ള പീസ് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് നെക്കിനുള്ള പീസ് വെച്ച്
4 തയ്യൽ തുമ്പിൽ തയ്ക്കുക, നെക്കിന് കട്ട് കൊടുക്കുക, എന്നിട്ട് റോങ് സൈഡിലേക്ക് മറിച്ചിടുക. ആദ്യം നെക്കിൻ്റെ പീസിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഒരുപാട് പറഞ്ഞതാണ്, കാണിച്ചതാണ്, അതുകൊണ്ടാണിത്. ഇപ്പോൾ സ്ലീവിന് ഞാൻ താഴെ ഭാഗത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്ലെയിൻ കളർ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല വശത്താണ് അത് വരുന്നത്. അപ്പം ചീത്ത വശത്ത് വെച്ച് എൻഡിൽ തയ്ച്ച് കൊടുക്കുക, എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ച് വെച്ചിട്ട് മേലെ ഭാഗം മടക്കി അങ്ങോട്ടേക്ക് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി എന്തെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. അതായത് മേലെ വശത്ത് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ 2 സൈഡും മടക്കി തയ്ക്കാനും വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലോത്ത് എടുക്കണം. നമ്മളിപ്പോൾ എത്ര ഇഞ്ച് വീതിക്കാണ്, വീതിക്കും കൊടുക്കുക, വീതി കുറച്ചിട്ടും കൊടുക്കുക. അപ്പോൾ അത് നെക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇൻവിസിബിൾ നെക്ക് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ മുമ്പ് കാണിച്ചതാണ്. അത് അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബോഡി പാർട്ടിൻ്റെ നെക്ക് പണി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്ക് ആദ്യമാണ് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് താഴെ ഭാഗം ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഭാഗം ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ചെയ്യാം. അതൊക്കെ നിങ്ങളിഷ്ടം. അപ്പോൾ അതെ, ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ബോഡി പാർട്ട്, അതായത് ആ അംബ്രല പാർട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ തിരിക്കുക. 2 വശവും അങ്ങനെ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആ ബോഡി പാർട്ട് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കേർട്ട് പാർട്ടിന് താഴത്തേക്ക് ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുത്തതിന് ശേഷം അറ്റാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇഷ്ടം ഏതാണോ അതിനനുസരിച്ച് കണ്ടോ. ഇത് സ്ലീവിന് ഇത്രയും വീതിക്കാണ് കേട്ടോ ഞാൻ ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളത്, പ്ലെയിൻ കളറ്. സ്കേർട്ട് പാർട്ട് താഴെ ഭാഗത്ത് ഞാൻ അതിൽ പേപ്പർ കാണിച്ചില്ലേ 8 ഇഞ്ച് വീതിക്കാണ് തയ്ച്ച് കഴിഞ്ഞിട്ട് വരുന്നത്. ഇതിപ്പം ഫ്രണ്ട് പാർട്ടിൽ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്ത് വീതി കണ്ടില്ലേ. താഴെ ഭാഗം മടക്കി അടിക്കാതെയാണ് നിങ്ങൾ കാണുന്നത്, അതാണ് കുറച്ചധികം വീതി തോന്നുന്നത്. താഴെ ഭാഗം മടക്കി അടിക്കൽ സൈഡ് ജോയിൻ ചെയ്തിട്ട് ചെയ്താൽ മതി, അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അമ്പർല കണ്ട നല്ല വിരിവിൽ വന്നാണ്ടില്ലേ. ഈ BSY തുണി ഞാൻ ഇവിടുന്ന് മെറ്റീരിയൽ എടുത്ത് എവിടുന്നാന്ന് ഇപ്പോൾ ചോദ്യം വരും. പിന്നെ മുക്കത്തെ സാഗർ ബട്ടൺ ഹൗസ് എന്നാണ് കേട്ടോ. അതിൻ്റെ 3-4 കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് BSYയിൽ വേറെയും ക്ലോത്തുകളുണ്ട്. താല്പര്യമുള്ളവർ അവിടെ പോയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഷോളിനുള്ള പീസാണിത്. ഷോളിന് വേണ്ടിയിട്ട് ഞാൻ നീളത്തിൽ എനിക്ക് എത്ര വീതിക്കാണോ വേണ്ടത് ബോർഡർ കൊടുക്കാൻ, അതിൻ്റെ ഡബിൾ പ്ലസ് പിന്നെ തയ്യൽ തുമ്പ് അങ്ങനെ വേണം നമ്മൾ തുണിയെടുക്കാൻ. അതിങ്ങനെ ജോയിൻ ചെയ്ത് നല്ല വൃത്തിയാക്കി ഒന്ന് അയൺ ചെയ്തിട്ടൊക്കെ നമ്മൾ ഷോളിന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതെ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു, സൈഡ് ജോയിനിങ് കഴിഞ്ഞു. ഫിനിഷിങ് നമ്മളുടെ ഡ്രസ്സ് ഇതാണ് വരുന്നത്, ബോർഡറായിട്ട് ഷോള്. ആ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞില്ല, അത് നല്ലൊരു എന്താ പറയുക ലീഫ് ഗ്രീൻ ഇല്ല, അങ്ങനത്തെ കളറാണ്. ഓരോരുത്തർക്ക് ഓരോ കളർ ഇഷ്ടമായിരിക്കുമല്ലോ, അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങുക, ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം തോന്നുകയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൊടുക്കും. കുറേ ആൾ വിളിക്കാറൊക്കെ ഉണ്ട്. എല്ലാവർക്കും എനിക്കറിയാവുന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് കേട്ടോ. ഒരറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ അറിവ് താനേ വളരുന്നതാണ് പറയുന്നത്. അപ്പോൾ ദേ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. പിന്നെ വലിയ ആൾക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ BSY ക്ലോത്ത് ആകുമ്പോൾ നമുക്കിപ്പോൾ പിന്നെ യാത്രയൊക്കെ ഉംറയൊക്കെ പോകുകയെന്നോ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അതിനൊക്കെ പോകുന്ന സമയത്ത് ഈ BSY ക്ലോത്തിൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയാം, വെയ്റ്റ്ലെസ് ആണ്. പിന്നെ നമുക്ക് ഡ്രസ്സ് മടക്കി വെക്കാനും കുറഞ്ഞ സ്പേസ് മതി. അങ്ങനെയൊക്കെയുള്ള ഇതിൽ നമുക്ക് തുണി സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തതൊക്കെ പറ്റും. പക്ഷേ നമ്മളെ ചൂടുകാലത്ത് കുറച്ചൊരു പ്രയാസം ഉണ്ടാകും, കുറച്ച് ചൂടെടുക്കും ഇത്. പിന്നെ ചില ആളുകൾക്ക് പൊതുവേ ചൂടുള്ള ആളുകളാണെങ്കിൽ അത് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാലും പിന്നെ പോളിസ്റ്റർ പോലത്തെ ചൂടെടുക്കലൊന്നുമില്ല കേട്ടോ. എനിക്ക് നല്ല കംഫർട്ടബിളാണ് ക്ലോത്ത്, അതാണ് ഞാനിത് പിന്നെ എടുത്തത്. അപ്പോൾ അതേ ഫൈനൽ ലുക്കിൽ ഇങ്ങനെയാണ്. നിങ്ങൾ ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുക. വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് പറയുക. എല്ലാം കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഡ്രസ്സും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. വീണ്ടും പറയുകയാണ്, വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഇനി ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഉപകാരപ്രദമാവുമെന്ന് മനസ്സിലാകുന്നവർ അങ്ങനെ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ഇതിപ്പോൾ നേരെ തിരിച്ചും ചെയ്യാം കേട്ടോ. ബോർഡർ ആക്കിയിട്ട് പ്രിൻ്റഡ് ക്ലോത്ത് ചെയ്യാം, പിന്നെ മറ്റു ഭാഗങ്ങളിൽ പ്ലെയിൻ ക്ലോത്ത് ആക്കിയിട്ട് ചെയ്യാം. ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും പിന്നെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം.
അപ്പോൾ വീണ്ടും നല്ല വീഡിയോയിലൂടെ കാണാം. അതിൻ്റെ കൂടെ ഒരു ബാഗ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അതിനെനിക്ക് സമയം കിട്ടിയില്ല. ഇൻഷാല്ല ആ ബാഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ 2 കളറും കൂടി വെച്ചിട്ട് ഇൻഷാല്ല. അപ്പം വീണ്ടും നല്ല വീഡിയോയിലൂടെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും. പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം പാഷൻ ആൻഡ് ഫാഷൻ.